നമസ്കാരം. നേപ്പാൾ ടിബറ്റ് അതിർത്തി മേഖലയിലുണ്ടായ മിന്നൽ പ്രളയത്തിലും മലവെള്ളപ്പാച്ചിലും 389 പേർ മരിച്ചതായി ഔദ്യോഗിക കണക്ക്. കഴിഞ്ഞ ദിവസം രാവിലെ ഉണ്ടായ ദുരന്തത്തിൽ 1500-ൽ അധികം ആളുകളെ കാണാതായി എന്നാണ് വിവരം. ഇതിൽ 580 പേരും വിനോദസഞ്ചാരികളാണ്. കാണാതായവരിൽ കൈലാസ മാനസരോവർ യാത്രയ്ക്കെത്തിയ 133 ഇന്ത്യൻ തീർത്ഥാടകരും ഉൾപ്പെടുന്നുവെന്നത് ആശങ്ക ഇരട്ടിക്കുന്നു. ഇതുവരെ 270 മൃതദേഹങ്ങൾ നേപ്പാൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആകെ 300ഓളം ഇന്ത്യക്കാരെയാണ് കാണാതായിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 5100 മീറ്റർ ഉയരത്തിലുള്ള ടിബറ്റൻ അതിർത്തിയിലെ ലെൻഡെ നദീതടത്തിലേക്ക് ഹിമാനിയുടെ വലിയൊരു ഭാഗവും കൂറ്റൻ മഞ്ഞുമലയും ഭീമൻ പാറകളും ഇടിഞ്ഞു വീണതാണ് മലവെള്ളപ്പാച്ചിലിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഇടിഞ്ഞു വീണ അവശിഷ്ടങ്ങൾ കാരണം നദിയിൽ താൽക്കാലിക ജലസംഭരണി രൂപപ്പെടുകയും മിനിറ്റുകൾക്കുള്ളിൽ ഇത് തകർന്ന് ലക്ഷക്കണക്കിന് ഘനമീറ്റർ വെള്ളം താഴേക്ക് ഇരച്ചെത്തുകയും ചെയ്തതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. ഭൂകമ്പത്തിന് തുല്യമായ റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത കാണിച്ച ശക്തമായ മണ്ണിടിച്ചിലാണ് പ്രകമ്പനത്തിന് കാരണമായതെന്ന് US ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കുന്നുണ്ട്. ആഗോള താപന നിരക്ക് വർദ്ധിക്കുന്നതാണ് ഇത്തരം പെട്ടെന്നുള്ള ഹിമപാതങ്ങൾക്കും പ്രളയങ്ങൾക്കും കാരണമെന്ന് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് മൗണ്ടൻ ഡെവലപ്മെന്റ് ചൂണ്ടിക്കാണിക്കുന്നു. ഹിമാലയത്തിൽ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന തടാകങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. 2005-ൽ ഏകദേശം 1900 ആയിരുന്ന ഹിമാലയൻ ഹിമതടാകങ്ങളുടെ എണ്ണം ഇപ്പോൾ 2600-ലധികമായി വർദ്ധിച്ചിട്ടുണ്ട്. നേപ്പാൾ അഭിമുഖീകരിക്കുന്ന ഈ വലിയ ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. നേപ്പാൾ പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയ അദ്ദേഹം പ്രളയക്കെടുതിയിൽ ഉലയുന്ന അയൽരാജ്യത്തിനൊപ്പം ഭാരതം ഉറച്ചു നിൽക്കുന്നുവെന്നും സാധ്യമായ എല്ലാവിധ ഭൗതിക ആശ്വാസ സഹായങ്ങളും ഉടൻ ലഭ്യമാക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദുരന്ത സമയത്ത് കൈലാസ മാനസരോവർ തീർത്ഥാടനത്തിന് പോയ നിരവധി പേരാണ് പ്രളയത്തിൽപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള സാമ്രാട്ട്, ഫ്ലൈ എവറസ്റ്റ് ട്രാവൽസ് എന്നീ ഏജൻസികൾ വഴി തീർത്ഥാടനത്തിന് പോയ 2 സംഘങ്ങളിലായി 37-49 പേർ വീതമുള്ള സംഘങ്ങളെ കാണാതായിട്ടുണ്ട്. കൂടാതെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള 32 പേരെയും മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 61 പേരെയും കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല. മേഖലയിൽ ടെലികോം ആശയവിനിമയ ശൃംഖലകൾ പൂർണ്ണമായി തകരാറിലായതാണ് ഇവരുമായി ബന്ധപ്പെടാൻ കഴിയാത്തതിന് പ്രധാന കാരണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു.拉本拿着，你说拉本呀？拉拉本去。这边干那边。这拉拉。拉兵马俪那个。